അപ്പോൾ സെക്രട്ടറിയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റിസൾട്ടിൽ ഉള്ളവർക്ക് കൺഗ്രാറ്റ്സ്, ഇല്ലാത്തവർ പഠനം തുടരുക. ഉള്ളവരും പഠനം തുടരേണ്ടി വരും. അതുകൊണ്ട് ഉള്ളവരും ഇല്ലാത്തവരുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് തന്നെ ആദ്യം തന്നെ ഞാൻ പറയാം. റിസൾട്ടിൽ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടില്ല എങ്കിൽ എന്താണ്, ഓട്ടോമാറ്റിക്കലി ഇനി PSC പഠിക്കണം. റിസൾട്ടിൽ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ മെയിൻസിന് പഠിക്കണം. മെയിൻസ് കിട്ടിയാൽ കൊള്ളാം. ആ ഒരു വ്യത്യാസമില്ലായ്മ നിങ്ങൾ മനസ്സിലാക്കണം, രണ്ട് കൂട്ടരും തമ്മിൽ. റിസൾട്ടിൽ ഇല്ല എന്നുള്ള സങ്കടം മാറ്റിയിട്ട് ആ വ്യത്യാസമില്ലായ്മ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ മെസ്സേജ് വന്നവരോടായിട്ടൊരു കാര്യം ഞാൻ പറയുവാണ്, വരാത്തവരും തുടർന്ന് കാണുക. നിങ്ങൾക്കുള്ള കാര്യങ്ങൾ എന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ റിസൾട്ട് വന്നവരോട് പറയാനുള്ളൊരു കാര്യം, ഇത്രയും നാള് നമുക്കൊരു ചിന്ത ഉണ്ടായിരുന്നു, റിസൾട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് ലിസ്റ്റിൽ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ, ലിസ്റ്റിൽ ഉണ്ടാവില്ലെങ്കിൽ ഞാൻ പഠിച്ചില്ലെങ്കിൽ പഠിച്ച പ്രശ്നമാണല്ലോ. ആ ഒരു ചിന്ത ഇനി വേണ്ട. കാര്യം റിസൾട്ടിൽ നിങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇനി പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പഠിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, അത് നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അതിനകത്ത് 367 വേക്കൻസി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും വേക്കൻസി റിപ്പോർട്ട് ചെയ്യും. നെഗറ്റീവ് ന്യൂസ് ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, വേക്കൻസി ഇനിയും റിപ്പോർട്ട് ചെയ്യും. സെക്രട്ടറി പോയ ആളെ ആവശ്യമുള്ള പോസ്റ്റാണ്. റിസൾട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് മെയിൻ എക്സാമിന്റെ മെയിൻ ലിസ്റ്റ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു 3 മാസം കൂടി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇലക്ഷനും കാര്യങ്ങളുടെയും തിരക്കിലോട്ട് ഗവൺമെന്റും ബാക്കിയുള്ള പാർട്ടീസും ഒക്കെ പോവും. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് ഉണ്ടാകുന്ന ന്യൂസ് എല്ലാം നമുക്ക് പ്രയോജനകരമായിട്ടുള്ള ന്യൂസ് ആയിരിക്കുമെന്ന് വിശ്വസിക്കാം. കാര്യം ഇലക്ഷൻ ടൈമിൽ ഗവൺമെന്റുകളും മറ്റ് പ്രതിപക്ഷ പാർട്ടികളാണെങ്കിലും മറ്റു പാർട്ടികളൊക്കെ ആണെങ്കിലും നല്ല രീതിക്ക് മാത്രമേ പ്രവർത്തിക്കൂ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ആ ഒരു വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകാം. അതുകൊണ്ട് തന്നെ ലിസ്റ്റ് വന്നൊരു 6 മാസത്തിന് ശേഷം ഇലക്ഷന്റെ ടൈം ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നല്ല പ്രതീക്ഷ ഉണ്ടാവും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാം. വേക്കൻസി റിപ്പോർട്ട് ആവും. വലിയ ലിസ്റ്റ് തന്നെ സെക്രട്ടറിയുടെ മെയിൻസിന് ഇടും. ക്ലിയർ ആണല്ലോ. നമ്മുടെ വീഡിയോയിലൂടെ പ്രവചിച്ചിരുന്ന ഒരു കട്ട് ഓഫ് ഒക്കെ തന്നെയാണ് 70-75 എന്നുള്ള രീതിയിലുള്ള കട്ട് ഓഫ് ആണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് ആ പ്രിലിംസിന്റെ കട്ട് ഓഫ് പ്രഡിക്ഷൻ വീഡിയോ നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതും നോർമലൈസേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു കട്ട് ഓഫ് വരുമെന്നുള്ള രീതിയിലാണ് നമ്മൾ പല ഫേസിനും പ്രെഡിക്റ്റ് ചെയ്തത്. പല ഫേസിന്റെ ഡിഫറൻസ് അനുസരിച്ച് അവരൊരു നോർമലൈസേഷൻ ഇക്വേഷൻ, അതായത് നോർമലൈസേഷൻ അവർക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ അനുസരിച്ചാണ് അവർ നോർമലൈസേഷൻ ഇട്ടിട്ട് മാർക്ക് ഇടുന്നത്. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് പല ഫേസിന്റെയും വ്യത്യാസം എത്ര പ്രയാസമാണോ ഈസിയാണോ എന്നുള്ള വ്യത്യാസം നോക്കിയിട്ടാണ് അവർ ആ മാർക്ക് നമുക്ക് ഇട്ട് വരുന്നത്. ആ ഒരു മാർക്കിൽ നിങ്ങൾക്ക് ആ ഒരു കട്ട് ഓഫിൽ അവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന കട്ട് ഓഫിന് മുകളിലാണ് നിങ്ങളുടെ നോർമലൈസേഷൻ കഴിഞ്ഞുള്ള മാർക്കെങ്കിലാണ് നിങ്ങൾ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്റെ പ്രൊഫൈൽ കാണാം. ഈ പ്രൊഫൈലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 10th പ്രിലിംസിൽ എനിക്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇതേപോലെ നിങ്ങളുടെ ആ ഒരു എക്സാം റിസൾട്ട്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പ്രൊഫൈലിൽ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരു കാര്യം കൂടി പറയാതെ, ഇപ്പോൾ മെസ്സേജ് വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞു മെസ്സേജ് വന്നവരുമായിട്ടുള്ള ഒരേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെസ്സേജ് വന്നവർക്ക് ഒരു എക്സാം കൂടുതലുണ്ടാവും, സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞ എക്സാം കൂടുതലുണ്ടാവും. മെസ്സേജ് വരാത്തവർക്ക് ആ ഒരു എക്സാമിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ PSC യാത്ര ഒരിക്കലും ഒരു എക്സാമിന് വേണ്ടിയുള്ള യാത്രയല്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് പോലീസിന്റെയോ എക്സൈസിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാം നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ പറ്റിയില്ല എന്ന് കരുതിയിട്ട് നിരാശരാവേണ്ട ഒരു എക്സാം അല്ല PSC എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമുകളുടെ ഒരു യാത്രയാണ്. ക്ലിയർ ആണോ? എക്സാമുകളുടെ യാത്ര അവസാനിക്കുന്നത് ഒരു ജോലിയിൽ എത്തുമ്പോഴാണ് എക്സാമുകളുടെ യാത്ര. ക്ലിയർ ആണോ? എക്സാമുകളുടെ യാത്ര അവസാനിക്കുന്നത് ജോലിയിൽ എത്തുമ്പോഴാണ് ആ യാത്ര അവസാനിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു എക്സാം കുറഞ്ഞു എന്ന് കരുതരുത്. സെക്രട്ടറി നിങ്ങൾ പ്രിലിംസ് റിസൾട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഒരു എക്സാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി, PSC ലൈഫിൽ അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ യാത്രയിൽ നിങ്ങളുടെ വണ്ടി ഉണ്ട്. ഓക്കെ, യാത്ര നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കണം. ക്ലിയർ ആണോ? എല്ലാ ദിവസവും പഠിക്കണം. അപ്പോൾ നിങ്ങൾ പഠിച്ചേ മതിയാവും. നിങ്ങൾക്കൊരു ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ളവരെ പഠിച്ചേ മതിയാവും. സെക്രട്ടറി ഇല്ലെങ്കിൽ ഇനിയും VFAയും കമ്പനി ബോർഡ് LGSും എല്ലാം വരും. എന്തായാലും PSC കുറെ നെഗറ്റീവ് ന്യൂസ് കേട്ടുമെന്ന് കരുതിയിട്ട് PSC നിർത്താനൊന്നും പോകുന്നില്ല. അപ്പോൾ എക്സാമുകൾ വരും, നിയമനങ്ങൾ വരും. നിയമനങ്ങൾ കുറഞ്ഞേക്കാം. നിയമനങ്ങൾ കുറഞ്ഞു എന്ന് കരുതിയിട്ട് നമ്മൾ പഠിത്തം നിർത്തണമെന്ന് അർത്ഥം അതിനില്ല. നമ്മൾ പഠിത്തം കണ്ടിന്യൂ ചെയ്ത് പോകണം. സെക്രട്ടേറിയറ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിയും കാര്യങ്ങളും എല്ലാം ഞാൻ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെക്രട്ടേറിയറ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികളല്ല ഇനി നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് സെക്രട്ടേറിയറ്റ് പ്രിപ്പറേഷന്റെ സ്ട്രാറ്റജി വെട്ടിയിട്ട് ബാക്കിയുള്ള കാര്യം എന്താണ്? സെക്രട്ടേറിയറ്റ് പ്രിപ്പറേഷനാണ് ഇനി വേണ്ടത്. ക്ലിയർ ആണല്ലോ? എങ്ങനെ പഠിക്കണം എന്നുള്ളത് മാറ്റിയിട്ട് പഠിക്കണം എന്നുള്ളൊരു ചിന്തയിലോട്ട് നിങ്ങൾ തിരിച്ചു വരേണ്ട ടൈമായി. അപ്പോൾ നാളെ തൊട്ട് പഠിക്കാം, ഇല്ലെങ്കിൽ അടുത്ത മൺഡേ തൊട്ട് പഠിക്കാം എന്നുള്ള ചിന്ത ഒന്നും വേണ്ട. ഇനി അങ്ങോട്ട് ഒരു കാര്യം പറയാം. ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കല്യാണത്തിന്റെയൊക്കെ ഒരു സീസൺ ആണല്ലേ. കല്യാണത്തിന്റെയൊക്കെ സീസണിൽ നിങ്ങൾ എല്ലാ കല്യാണം അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രിപ്പറേഷനൊക്കെ ബാധിക്കും. സീരിയസ് പ്രിപ്പറേഷൻസിനോട് മാത്രം പറയുന്നതാണ്. അല്ലാത്തവർക്ക് ഇതൊക്കെ ഒരു തമാശയായിട്ട് തോന്നാം.
ഞങ്ങളൊക്കെ PSC പഠിച്ചിരുന്ന ടൈമിൽ ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പം നിങ്ങളും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ചടങ്ങുകളും മറ്റുമൊക്കെ കുറെ ഒഴിവാക്കേണ്ടി വരും സീരിയസ് പ്രിപ്പറേഷൻ. കാര്യം ജസ്റ്റ് ഞാൻ പറഞ്ഞത് ഇപ്പം ഇതിനകത്ത് എത്ര പേരാണ് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടതെന്ന് ഞാൻ നോക്കിയില്ല, എങ്കിലും ഒരു സാമാന്യം വലിയ ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ നിന്ന് 800 പേരെയോ 850 പേരെയോ എല്ലാം മെയിൻ എക്സാമിന്റെ മെയിൻ ലിസ്റ്റിൽ ഇടുകയാണെങ്കിൽ ആ ഒരു കോമ്പറ്റീഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കോമ്പറ്റീഷൻ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കോമ്പറ്റീഷൻ ഇല്ല എന്ന് നമുക്ക് പറയാം. കാര്യം പഠിക്കുന്നവരാണ് റാങ്ക് ലിസ്റ്റിൽ കയറുന്നത്. അങ്ങനെ നമുക്ക് പറയാം. കോമ്പറ്റീഷൻ ഇല്ല എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. നന്നായിട്ട് പഠിക്കുന്നവർ എന്തായാലും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും. 100% റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും. നന്നായിട്ട് പഠിക്കുന്നവർ 800 പേരുടെ അല്ലെങ്കിൽ 850 പേരുടെ ലിസ്റ്റാണ് വരാൻ പോണതെങ്കിൽ എന്തായാലും നന്നായിട്ട് പഠിക്കുന്നവർ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും. കാരണം അത്ര വലിയ കോമ്പറ്റീഷൻ ഒന്നും ഇനി അങ്ങോട്ട് ഇല്ല. കാരണം എന്ന് പറയാനാണെങ്കിൽ നിങ്ങൾ മോശമായിട്ട് പഠിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ കോമ്പറ്റീഷനെ കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മെയിൻ ലിസ്റ്റിൽ ഉണ്ടാവത്തില്ല മെയിൻ എക്സാമിന്റെ. നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ കോമ്പറ്റീഷനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. കാര്യം നിങ്ങൾ മെയിൻ ലിസ്റ്റിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി തോന്നുന്ന ഒരു ചിന്തയായിരിക്കും, അതെങ്ങനെ ഉറപ്പാണ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു എന്ന് കരുതിയിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും മെയിൻ ലിസ്റ്റിൽ ഉണ്ടാവുമോ? വീഡിയോ കാണുന്ന എല്ലാവരും അല്ല. വീഡിയോ കാണുന്നവരിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന 850 പേര്, അല്ലെങ്കിൽ വീഡിയോ കാണുന്നവരും വീഡിയോ കാണാത്തവരുമായിട്ടുള്ളവരിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന 850 പേരിൽ എന്തായാലും മെയിൻ ലിസ്റ്റിൽ ഉണ്ടാവണമല്ലോ. ക്ലിയർ ആണോ? 800-850 പേര്. ലിസ്റ്റ് ചെറുതാക്കുമെന്നുള്ളതൊക്കെ അടുത്ത് തോന്നല്. ലിസ്റ്റ് ചെറുതാക്കുമെങ്കിൽ ചെറുതാക്കട്ടെ. നമ്മുടെ വറി എന്നോ അതിനെക്കുറിച്ചല്ല. നമ്മുടെ വറി എന്ന് പറഞ്ഞാൽ നമ്മളൊരു യാത്രയ്ക്ക് ഇറങ്ങി തിരിച്ചു, PSCയുടെ യാത്രയ്ക്ക് ഇറങ്ങി തിരിച്ചു. ആ യാത്രയിൽ നമ്മൾ തുടങ്ങിയത് ഒന്നും അറിയാത്ത സ്ഥലത്തുനിന്ന് നമ്മൾ തുടങ്ങി. നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് ഗ്രാമറും മലയാളം ഗ്രാമറും GKയും കറണ്ട് അഫയേഴ്സും ഒക്കെ നമ്മൾ പഠിച്ചു തുടങ്ങി. ഇപ്പോഴും നമുക്കറിയാത്ത ഒരുപാട് ടോപ്പിക്സ് ഉണ്ടാവും. അതെല്ലാം നമ്മൾ ഇനി ഇരുന്ന് പഠിക്കും. നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകും. എന്നാണ് ഒരു എക്സാം നമുക്ക് കിട്ടുന്നത് വരെ. ആ എക്സാം ചിലപ്പോൾ സെക്രട്ടേറിയറ്റ് OA ആകാം, ഇല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് OAയുടെ പ്രിലിംസ് കിട്ടാത്തവർക്ക് മറ്റേതെങ്കിലും ഒരു എക്സാം ആകാം. അപ്പൊ ഏത് എക്സാം ആണെങ്കിലും നമ്മൾ ആ കണ്ടിന്യൂഷൻ ഇല്ലെങ്കിൽ ആ പ്രോസസ്സിന്റെ കണ്ടിന്യൂഷൻ തുടർന്നു പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു PSC എന്ന് പറഞ്ഞ ഒരു എക്സാം അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ പ്രത്യേകത നിങ്ങൾ തോൽക്കുന്നത് നിങ്ങളുടെ പഠനം നിർത്തുമ്പോൾ മാത്രമാണ്, ഇല്ലെങ്കിൽ ഏജ് ലിമിറ്റ് ആകുമ്പോൾ മാത്രമാണ് നിങ്ങൾ തോക്കുന്നത്. അപ്പോൾ അത് ബ്രേക്ക് ഡൗൺ ചെയ്യാനാണെങ്കിൽ ആ ഒരു സെന്റൻസ് ഞാൻ തുറന്നടിച്ച് പറയുകയാണ്. നിങ്ങൾ ആ പ്രിപ്പറേഷൻ നിർത്തുമ്പോഴാണ്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് എത്തുമ്പോൾ മാത്രമാണ് നിങ്ങൾ തോക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും PSC തോക്കത്തില്ല. നിങ്ങൾ പഠിച്ച് തുടരാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ്, കണ്ടിന്യൂസ് പഠിക്കാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് ഇനിയും ഒരു 10 വർഷം അല്ലെങ്കിൽ 5 വർഷം 4 വർഷം ഏജ് ലിമിറ്റ് ആകാനുണ്ട് എങ്കിലും ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് പറ്റും ഇത് പഠിച്ച് നേടാനായിട്ട്. നിങ്ങൾക്ക് ഇത് സാധിക്കും. സെക്രട്ടേറിയറ്റ് OA അല്ല, ഏത് എക്സാമിനും നിങ്ങൾക്ക് സാധിക്കും. അതിന് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രിപ്പറേഷൻ മെത്തേഡ്സ് ഉണ്ട്. സെക്രട്ടറി OAയുടെ പ്രിപ്പറേഷൻ മെത്തേഡ് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിന് യൂസ് ചെയ്യാവുന്ന ചെറിയ റാങ്ക് ഫെയിലിനെ കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. 25 ദിവസം കൊണ്ട് പ്രിപ്പയർ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു റാങ്ക് ഫെയിലിനെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് നോക്കാതെ സോഡിയാക്കിന്റെ റാങ്ക് ഫെയിലിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു റാങ്ക് ഫെയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് 20-25 ദിവസം കൊണ്ട് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാം. ഒരു ചോദ്യം പോലും വിടാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഇതെല്ലാം ഞാൻ പറയുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് എക്സാഗ്രേറ്റ് ചെയ്തില്ലെങ്കിൽ വലുതാക്കി പറയുമല്ല. നിങ്ങൾക്കൊരു എക്സാം നടക്കുകയാണ്. ഇപ്പോൾ സെക്രട്ടറിയുടെ എക്സാമിന്റെ മെയിൻസിന്റെ കട്ട് ഓഫ് ഇപ്പോൾ 70 ആയിക്കോട്ടെ, 75 ആയിക്കോട്ടെ, അല്ലെങ്കിൽ 65 ആയിക്കോട്ടെ, പരീക്ഷ പാടാണോ എളുപ്പമുള്ളതാണോ എന്നനുസരിച്ചിട്ട് അത് എത്ര തന്നെയാണെങ്കിലും 75 തന്നെ ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ആ 75 മാർക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യമായിരിക്കും ആ പരീക്ഷയ്ക്ക്. കാര്യം നമുക്ക് നമ്മളൊരു എക്സാം കഴിയുമ്പോഴത്തേക്ക് ഉദാഹരണത്തിന് നമുക്ക് തോന്നലുണ്ട്, എല്ലാ എക്സാം കഴിയുമ്പോഴും നമുക്ക് തോന്നും ഇത് പഠിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു എന്ന്. അത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു. എക്സാം കഴിയാതെ തന്നെ ഞാൻ പറയുന്നു പഠിച്ചു കഴിഞ്ഞാൽ ആ എക്സാം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയുമുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏപ്രിലാണ്. ഏപ്രിൽ ഇനി വിഷു ഒക്കെ വരുവാണ് അല്ലെ. അതേപോലെ ഇനി 1 മാസം 20 ദിവസത്തോളം അല്ലെ, 50 ദിവസത്തോളം എക്സാമിന് ഇനിയും ഉണ്ട്. 50 ദിവസത്തിന് ഒന്നും ആവശ്യമില്ല. നിങ്ങൾ PSC പഠിക്കാൻ തുടങ്ങി ഒരു 3 മാസം 6 മാസം 1 വർഷമൊക്കെ ആയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പ്രിപ്പറേഷൻ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാനാണെങ്കിൽ നിങ്ങൾ എത്ര നാളായി പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളോ എന്നുള്ളൊരു കാര്യമല്ല നോക്കുന്നത്. നിങ്ങൾ ഇനി മുതലുള്ള ദിവസങ്ങളിൽ എത്ര മണിക്കൂർ നിങ്ങൾ പഠിക്കും, അത് വളരെ പ്രധാനമാണ്. ആ മണിക്കൂറുകളിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കും അത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഒഴിവാക്കാനാവും. അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കല്യാണങ്ങൾ ഒഴിവാക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ മറ്റ് ചടങ്ങുകൾ ഒഴിവാക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് സുഖങ്ങൾ കൂട്ടുകാരുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വരും. നേരെ മറിച്ച് ഇതെല്ലാം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയിക്കൊണ്ട് പഠിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെയും പഠിക്കാം. ഇതൊന്നും ഒരു നിർബന്ധമല്ല. ഇതൊന്നും ഞാൻ പറയുന്ന പോലെ കേൾക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഇതെല്ലാം ഓരോ സജഷൻസ് ആണ്. നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ കൂടി പഠിത്തം കൊണ്ടുപോകാം, യാതൊരുവിധ പ്രശ്നമില്ല. നിങ്ങൾക്ക് പഠിത്തം കൊണ്ടുപോകുമ്പോഴത്തേക്ക് മറ്റ് ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഡിസ്ട്രാക്ഷൻസ് എല്ലാം മാറ്റി വെക്കുക. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തെ ഇന്ന് ഏറ്റവും മാറ്റിമറിക്കുമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി തന്നെ നിങ്ങളുടെ ഉണർന്നിരിക്കുന്ന സമയം, ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിങ്ങളുടെ ഉണർന്നിരിക്കുന്ന സമയം അതിനുവേണ്ടി മാറ്റി വെക്കുക. അതിന്റെ അർത്ഥം എന്താണ്? നന്നായിട്ട് ഉറങ്ങണമെന്ന് തന്നെയാണ്. നിങ്ങളുടെ ഉണർന്നിരിക്കുന്ന സമയം നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി മാറ്റി വെക്കുക. ഉറങ്ങേണ്ട സമയം ഉറങ്ങുക തന്നെ ചെയ്യുക. ഏറ്റവും പ്രധാനമാണ്. നല്ല രീതിയിൽ ഉറങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണർന്നിരിക്കാനും പഠിക്കാനും ഒക്കെ സാധിക്കൂ.
നിങ്ങൾ മറവി നല്ല രീതിയിലുണ്ട്, നിങ്ങൾ ഉറക്കം കുറവുള്ളവരിൽ മറവി നല്ല രീതിയിലുണ്ടെന്ന് ഒരു പരാതി പറയാൻ നിങ്ങൾക്ക് അർഹതയില്ല. കാര്യം നല്ല രീതിയിൽ ഉറങ്ങിയാൽ മാത്രമേ ഓർമ്മശക്തി ഉണ്ടാവുകയുള്ളൂ. ബ്രെയിനിന് വർക്ക് ചെയ്യണമെങ്കിൽ 8 മണിക്കൂർ സ്ലീപ്പ്, നല്ല സ്ലീപ്പ് വേണം. 8 മണിക്കൂർ ബ്രെയിൻ വർക്ക് ചെയ്താൽ മാത്രമേ 16 മണിക്കൂർ 8 മണിക്കൂർ ബ്രെയിൻ ഉറങ്ങിയാൽ മാത്രമേ 16 മണിക്കൂർ വർക്ക് ചെയ്തതിന്റെ ക്ഷീണം ഉണ്ടാക്കുന്ന കെമിക്കൽ ബ്രെയിനിൽ നിന്ന് മാറത്തുള്ളൂ. 16 മണിക്കൂറിൽ നിന്ന് ബ്രെയിനിൽ ഒരു കെമിക്കൽ അക്യുമുലേറ്റ് ഇല്ലെങ്കിൽ കെമിക്കൽ ഉണ്ടാവുന്നു. ആ കെമിക്കൽ ബ്രെയിനിൽ നിന്ന് പോകണമെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങണം. നിങ്ങൾ ഇന്നത്തെ ദിവസം 7 മണിക്കൂർ ഉറങ്ങിയുള്ളെങ്കിൽ അടുത്ത ദിവസം 9 മണിക്കൂർ ഉറങ്ങണം. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ ചോദിക്കും 6 മണിക്കൂർ ഉറങ്ങിയാൽ പോരെ, 7 മണിക്കൂർ ഉറങ്ങിയാൽ പോരെ. നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ 8 മണിക്കൂർ എന്നുള്ളത് ഒരു ത്രെഷോൾഡ് ആണ്. ഉറക്കത്തിന് ഏറ്റവും നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ, ഉന്മേഷത്തോടെ ഇരിക്കാൻ, രോഗങ്ങളില്ലാതിരിക്കാൻ 8 മണിക്കൂർ ഉറക്കം വേണം. അപ്പൊ ഉറക്കം എന്ന് പറഞ്ഞ സാധനം റെസ്റ്റ് എന്നുള്ളൊരു ഇതിൽ നമുക്ക് പെടുത്താം. പിന്നെ നമുക്ക് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനുള്ള പഠനം പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും വലിയ വ്യത്യാസങ്ങളൊന്നും വന്നില്ല. പക്ഷെ ഇപ്പൊ വരുന്ന വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2017 ശേഷം അല്ലെങ്കിൽ 2015 ശേഷം വന്നേക്കുന്ന വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റാങ്ക് ഫെയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇന്നത്തെ പഠിത്തം. റാങ്ക് ഫെയിൽ കൂടാതെയുള്ള യൂട്യൂബ് ചാനലുകൾ, സൗജന്യമായി ലഭിക്കുന്ന യൂട്യൂബ് വീഡിയോകളും യൂട്യൂബ് കണ്ടന്റുകളും അതുപോലെ തന്നെ പെയ്ഡായിട്ട് ലഭിക്കുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് എടുക്കാം, യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. നിങ്ങൾക്ക് ഒരു സിനിമയ്ക്ക് പോകാനായിട്ട് നിങ്ങൾ ഒരു 840 രൂപ അല്ലെങ്കിൽ 850 രൂപ നിങ്ങൾ മുടക്കുന്നു. നിങ്ങൾ സന്തോഷത്തോടെ ആ സിനിമയ്ക്ക് പോയിട്ട് വരുന്നു, ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ആ സിനിമയ്ക്ക് പോയിട്ട് വന്ന് നിങ്ങൾ പിന്നീട് ആ പൈസയെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഇല്ല. നേരെ മറിച്ച് നിങ്ങളൊരു എക്സാമിന്റെ കോഴ്സിനെ കുറിച്ച് കാണുമ്പോഴത്തേക്ക് 800 rupees ഫോർ കോഴ്സ്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഇത് മുടക്കണം വേണ്ടെന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരും. ആ തോന്നൽ ശരിക്കും ഒരു പ്രശ്നമാണ്. കാരണം നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ഇല്ലാതെ നിങ്ങൾ പഠിക്കില്ലെങ്കിൽ ആ ഗൈഡൻസ് കിട്ടുക തന്നെ വേണം. നിങ്ങളത് കോഴ്സ് എടുത്ത് തന്നെ നിങ്ങൾക്ക് പഠിക്കണം. യാതൊരുവിധ തെറ്റുമില്ല ഇതിനകത്ത്. രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. കാര്യം നിങ്ങൾ ജോലിക്ക് കയറി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു 2 മാസത്തെ ശമ്പളം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സിന് മുടക്കിയ കാശും ബുക്കിന് മുടക്കിയ കാശും എല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടും. അപ്പോൾ നിങ്ങളെ ഈ ഒരു ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന എന്ത് കാര്യമായിരുന്നാലും ആ കാര്യങ്ങളെല്ലാം മാറ്റിയിരുത്തിക്കൊണ്ട് ഇനി പഠിത്തം തുടരാൻ ശ്രമിക്കുക. നിങ്ങളുടെ റിസൾട്ട് ഇപ്പോൾ വന്നു, എന്തായാലും റിസൾട്ട് ആഘോഷിക്കാനായിട്ട് നിങ്ങൾ പുറത്തോട്ട് പോകണ്ട എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. എൻ്റെ ഒരു അഭിപ്രായം. റിസൾട്ട് ആഘോഷിക്കാൻ പുറത്തോട്ട് പോകുന്നതിന് പകരം റിസൾട്ട് വന്നതിന്റെ സന്തോഷത്തിൽ അകത്തിരുന്ന് പഠിക്കുക. എന്തിനകത്തിരുന്ന്? വീടിനകത്തിരുന്ന് പഠിക്കുക. ഇതാണ് നിങ്ങളുടെ ചിന്താഗതി. റിസൾട്ട് വന്നു, ഇന്ന് പോയെന്നു പുറത്തൊന്ന് ഇറങ്ങിയിട്ട് വരാം, അല്ലെങ്കിൽ നാളെയും മറ്റന്നാളൊക്കെ. നാളെയൊക്കെ സിനിമയൊക്കെ 3-4 സിനിമയൊക്കെ റിലീസ് ചെയ്യുന്ന ദിവസമാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ 2-3 ദിവസം പോയി 2-3 സിനിമകൾ കണ്ട് ഒക്കെ വരാമെന്നൊക്കെ തോന്നും. പക്ഷെ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ബാക്കിയെല്ലാം നല്ല രീതിക്ക് കൊണ്ടുപോകാമെങ്കിൽ ഇതൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷെ നേരെ മറിച്ച് കുറെ ആൾക്കാരുണ്ട്, ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, തുടങ്ങി വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചുള്ള ഒരു കാരണവശാലും ഒന്നിനു വേണ്ടിയും സമയം മെനക്കെടുത്തി കളയാൻ പാടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഇന്ന് തന്നെ അവരുടെ ലൈഫിൽ നിന്ന് ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻസ് ഇല്ലെങ്കിൽ അവരെ സമയത്തെ വലിച്ചെടുക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിരുന്ന് പഠിക്കേണ്ട ടൈമായി. അപ്പോൾ ആ ഒരു റിസൾട്ടിന് വേണ്ടി നല്ലൊരു റിസൾട്ടിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്കത് സാധിക്കും. നിങ്ങൾക്ക് ആ ജോലിയിലോട്ട് എത്താൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് സംശയം വരും, എല്ലാ ആൾക്കാർക്കും റിസൾട്ടിലോട്ട് എത്താൻ സാധിക്കുമോ, ജോലിയിലോട്ട് എത്താൻ സാധിക്കുമോ, ഈ എക്സാമിന് കട്ട് ഓഫ് കൂടുതലായിരിക്കും മെയിൻസിന്, ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല, എനിക്ക് മറവിയുണ്ട്, എനിക്ക് 2 കൊമ്പുണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് ഇത് പറ്റില്ല, എനിക്ക് പ്രാരാബ്ദങ്ങളുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. ചില ആൾക്കാർക്ക് കാഴ്ചയില്ലാത്ത ആൾക്കാരുണ്ട്, ചില ആൾക്കാർക്ക് കൈയും കാലും പ്രശ്നമുള്ള ആൾക്കാരുണ്ട്, ചില ആൾക്കാർക്ക് ഒരു എന്തെങ്കിലും ഡെലിവറി ജോബ്, ഫുഡ് ഡെലിവറി ജോബിനൊക്കെ പോയിട്ടിരുന്ന് സൈഡിലിരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ട് ഇന്ത്യയിൽ. ഒരു സുമാറ്റോ ഡെലിവറി ബോയുടെ കാര്യം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സുമാറ്റോ ഡെലിവറി ബോയ് അദ്ദേഹം ഒരു IAS പഠിക്കുകയാണ്, സൈഡിലിരുന്ന് പഠിക്കുന്ന, ഒരു പാലത്തിന്റെ സൈഡിൽ നിന്ന് പഠിക്കുന്നതിന്റെ വീഡിയോ ഒരു റീലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇട്ടതല്ല, മറ്റൊരാൾ ഷൂട്ട് ചെയ്തിട്ടിരുന്ന. അപ്പൊ എന്താണ് അത് ഡിറ്റർമിനേഷൻ ആണ്. ഓക്കെ, ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അപ്പോൾ ഒരു 39 വയസ്സ് കഴിഞ്ഞാൽ 36 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാമെന്ന് പറഞ്ഞ് PSC പഠിക്കുമെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ആ ഏജ് ലിമിറ്റ് ആകുന്ന ടൈം ആയപ്പോഴത്തേക്ക് ഏജ് ലിമിറ്റ് ആയിപ്പോയി, ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് 25 വയസ്സാണെങ്കിൽ 30 വയസ്സാണെങ്കിൽ 32 വയസ്സാണ്, ഇനി 4 വർഷമോ ഇല്ലെങ്കിൽ 6 വർഷമോ 9 വർഷമോ നിങ്ങൾക്ക് ഉണ്ട് എന്ന് കരുതുക. ആ 9 വർഷം നിങ്ങൾ കുറെ നീണ്ട വർഷമാണെന്ന് കരുതി പഠനം സ്ലോ ആക്കരുത്. 9 വർഷമൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ പെട്ടെന്ന് പോകും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ 2025 തുടങ്ങിയിട്ട് വളരെ പെട്ടെന്നാണ് ഏപ്രിൽ ആയത് അല്ലേ? നമുക്ക് ഒരുപാട് വിനോദത്തിനുള്ള എന്റർടൈൻമെന്റിനുള്ള ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നത് അല്ലേ? അല്ല സമയം കുറഞ്ഞു 24 മണിക്കൂർ കുറഞ്ഞു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ കുറഞ്ഞാൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കും. അങ്ങനെ കുറഞ്ഞാലും നമുക്ക് പിന്നെയും സമയം വളരെ പെട്ടെന്ന് 9 വർഷം 10 വർഷം നിങ്ങളുടെ ഏജ് ലിമിറ്റ് ആകുന്ന വർഷങ്ങളൊക്കെ പെട്ടെന്ന് പോകും. അപ്പോൾ ഏജ് ലിമിറ്റ് ആവുകയില്ല എന്നുള്ളതല്ല, നിങ്ങൾക്ക് സെക്രട്ടറി OA എക്സാം ഉണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് VFAയുടെ എക്സാം ഉണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് CPOയുടെയോ എക്സൈസിന്റെയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പഠിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇനി 3 വർഷം കഴിഞ്ഞ് LDC വന്നിട്ട് ഇല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞ് LGS വന്നിട്ടൊന്നും പഠിച്ചിട്ട് അതിനുവേണ്ടി പഠിക്കാന്നൊക്കെ വിചാരിക്കുന്നത് വൻ മണ്ടത്തരമാണ്.
പ്യുവർ മണ്ടത്തിലെ കാര്യം. ആ ഒരു എക്സാമിന് വേണ്ടി പഠിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അതിനിടയ്ക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കാം. ആ എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് എത്ര ഉറപ്പുണ്ട് നിങ്ങൾക്ക്? ഒന്ന് ചിന്തിച്ച് നോക്കിയത്. ഈ 4 വർഷം കഴിഞ്ഞ് നടക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്നേ പ്രിപ്പയർ ചെയ്യുന്നു പറയുന്നത് എന്തുമാത്രം ഒരു വൾഗറായിട്ടുള്ള കാര്യം. വൾഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൂളിഷ്നസ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം ചിന്തിച്ച് നോക്ക്. നമ്മളതൊരു ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണ്, ഇപ്പോൾ ഒരു UPSC സിവിൽ സർവീസ് എക്സാം അത് നിങ്ങൾ പഠിക്കുവാണ്, 3 വർഷം കഴിഞ്ഞുള്ള ഒരു സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി പഠിക്കുവാണ്. അതിന് ലോജിക്കുണ്ട്. കാര്യം 1926 വന്ന UPSC കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ എക്സാംസ് കുറേ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന UPSC ആണ്. നമ്മളുടെ PSC എക്സാംസിനൊന്നും ഗ്യാരണ്ടി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഈ കാര്യങ്ങളിലൊക്കെ മാറ്റം വരാം. പല എക്സാംസും മാറാം. നിങ്ങൾ പറയുന്നില്ല, നെഗറ്റീവ് ന്യൂസ് കേൾക്കാറുണ്ട്, ഇന്ന എക്സാമിന് ഉണ്ടാവും, LGS ഉണ്ടാവോ, LDC ഉണ്ടാവോ എന്നൊക്കെ തോന്നൽ നിങ്ങൾ വരാറുണ്ട്. ഇതിൽ ചിലത് ശരിയായെന്ന് വരാം. അപ്പൊ നമ്മൾ ഇതൊന്നും നെഗറ്റീവായിട്ട് പറയുമല്ല. നിങ്ങൾക്ക് അടുത്തൊരു എക്സാം ഉണ്ട്, ഒരെണ്ണത്തിന്റെ പ്രൊഫൈൽ മെസ്സേജ് നിങ്ങൾക്ക് വന്നു, അല്ലെങ്കിൽ അടുത്ത വർഷം ഒരു എക്സാം ഉണ്ട്, അതൊക്കെ നിങ്ങളുടെ ഏജ് ലിമിറ്റ് അലൗ ചെയ്യുക എക്സാം എഴുതാമെങ്കിൽ ഇനി മറ്റൊന്നിനും വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. അപ്പൊ ഇത്ര ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോകളുമായിട്ട് ഞാനൊപ്പം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് താഴത്ത് കാണുന്ന ലിങ്കിലൂടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും അതേപോലെയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് യഥാസമയത്ത് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്ര മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം വിഷ്ണു.